അത് ഇവിടുത്തെ കണക്കിൽ വെക്കാം. അതെ. ഹലോ, അടുത്ത ആഴ്ച എൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം വരണം. അവൻ്റെ ഒരു പുഴുങ്ങിയ ചിരി. ഇവനിട്ടൊരു പാര പണിയാൻ എന്താണ് വഴി? ഈ കല്യാണക്കത്തിലേ അവന്റെ ഭാര്യ വീട്ടുകാരുടെ ഫോൺ നമ്പർ ഉണ്ട്. അത് വെച്ച് നമുക്കൊരു കളി കളിച്ചാലോ? അത് ഐഡിയ അല്ലേ? ഒരു ഭ്രാന്തന് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവോ? എന്തു പറയുന്നു? അതെ അതെ, ഗുഡ് ഐഡിയടാ. ഇത് കോളാക്കിയിട്ട് തന്നെ വേറെ കാര്യം. അത് ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അത് തന്നെ. എങ്കിൽ വിളി സാറേ, ഇപ്പൊ തന്നെ വിളി. ഹലോ ഹലോ, ഐശ്വര്യയുടെ അച്ഛനല്ലേ? അതെ. വിവാഹകാര്യമൊക്കെ അറിഞ്ഞു. എന്നാലും നിങ്ങൾ ഇത്രയും ശ്രദ്ധയില്ലാതെ മകളുടെ വിവാഹം ഉറപ്പിച്ചത് ശരിയായില്ല. ഒരിക്കലുമില്ല. ഞാൻ ആദിത്യവർമ്മയെക്കുറിച്ച് മുഴുവനായും അന്വേഷിച്ചു. അയാൾക്ക് പോവലിയും മദ്യപാനവും ഒന്നുമില്ല. പഠിക്കുന്ന കാലത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണെന്നും മനസ്സിലായി. പിന്നെ കേരളത്തിലെ തന്നെ പ്രശസ്തമായ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു എഞ്ചിനീയറുമാണ്. പിന്നെന്ത് വേണം? അവൻ 2 തവണ ഭ്രാന്താശുപത്രിയിൽ കിടന്നിട്ടുണ്ട്. അതെന്താ നിങ്ങളുടെ അന്വേഷണത്തിൽ തെളിയാഞ്ഞത്? എന്ത്? ആദിത്യവർമ്മ ഭ്രാന്താശുപത്രിയിലായിരുന്നു? ആ വട്ടനെ വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ മകളുടെ ജീവിതം കോഞ്ഞാട്ടയാകുമേ. നോ, ഞാനത് വിശ്വസിക്കില്ല. എന്നാൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി നേരെ അന്വേഷിക്ക്. എന്നിട്ട് വിശ്വസിച്ചാൽ മതി. ഓ, ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയ ആ വർമ്മക്ക് വീണ്ടും വട്ടാവും. അവന്റെ എല്ലാ വർക്ക്സൈറ്റും പിന്നെ മുതലാളി സാറിനെ ഏൽപ്പിക്കും. അങ്ങനെ മെറ്റീരിയൽ സ്വീറ്റ് നമുക്ക് കോടീശ്വരന്മാരാകാം. ആദിത്യ, എന്നാലും നീ എന്നോടും എന്റെ മകളോടും ഈ ചതി ചെയ്യരുതായിരുന്നു. ചതിയോ? എന്ത് ചതി? നീ ഒരു ഭ്രാന്തനാണ് സത്യം എന്നോട് മറച്ചു പിടിച്ചില്ലേ? ഭ്രാന്തോ? എനിക്കോ? 2 തവണ നിന്നെ ഭ്രാന്താശുപത്രിയിലാക്കിയതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട്. 2 ദിവസമാണ് എന്നെ അഡ്മിറ്റ് ചെയ്തത്. ഈ വിഷയം മാമൻ പറഞ്ഞിരുന്നില്ലേ? ഓഹോ, അത് ശരി. 2 പേരും കൂടി ചേർന്ന് എന്റെ മുന്നിൽ ഒരു നാടകം കളിക്കുകയായിരുന്നു അല്ലേ? ഏതായാലും വിവാഹം നടക്കുന്നതിന് മുൻപ് ഒരു സത്യം അറിഞ്ഞതുകൊണ്ട് ഒരു വലിയ ദുരന്തം ഒഴിവായി. അങ്കിൾ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല. 2 കൊലപാതകങ്ങൾ നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്കിൽ എനിക്ക് ഈ വിവാഹം നടക്കില്ല. ഒരു ഭ്രാന്തനെ മരുമകനായി സ്വീകരിക്കാൻ എനിക്ക് വയ്യ. പക്ഷേ നമ്മൾ വിവാഹത്തിനായി ഇത്രയൊക്കെ ഒരുക്കിയ നിലയ്ക്ക് ക്ഷണിച്ച ആളുകളോട് എന്തു പറയും? മരുമകൻ ഭ്രാന്തനാണെന്ന സത്യം മനസ്സിലായതിനാൽ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു എന്ന് ഞാൻ പറയാം. അങ്കിൾ പ്ലീസ്, വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. ഈ ഭ്രാന്തിന്റെ കാര്യം ദയവ് ചെയ്ത് അങ്കിൾ ആരോടും പറയരുത്. അത് വളരെ മോശമാണ്. സത്യം പറഞ്ഞാൽ ഈ കാര്യം ആർക്കും അറിയില്ല. പ്ലീസ്. അറിഞ്ഞോ സാറേ, ആദിത്യന്റെ വിവാഹം മുടങ്ങി. മരുമകന് വട്ടാണെന്ന് അവളുടെ അച്ഛൻ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ ആദിത്യവർമ്മ മൊത്തമായി അങ്ങ് നാറി. ഇതറിഞ്ഞിട്ട് ആദിത്യ ഓർമ്മിക്കുന്നത് വട്ടായോ? ഇതുവരെ വട്ടായിട്ടില്ല. പക്ഷേ ഇനി അവൻ നമ്മളുടെ സൈറ്റ് വരുമ്പോ നമുക്ക് അവനെ പരമാവധി കളിയാക്കാം. അത് കേട്ട് അവന് വീണ്ടും വട്ടാവണം. തീർച്ചയായും ഈ വിഷയത്തിൽ നീ എന്റെ കൂടെ നിൽക്കണം. ഓക്കെ? ഡബിൾ ഓക്കെ. ഹലോ, അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ എനിക്ക് ഭ്രാന്താണെന്ന് വിളിച്ചു പോയി നടക്കരുതെന്ന്. എന്നിട്ട് നിങ്ങൾ ലോകം മുഴുവൻ അതും പറഞ്ഞു നടക്കുകയാണല്ലേ? ഞാൻ ഇനിയും പറയും, നീ ഭ്രാന്തനാണ്, ഭ്രാന്തനാണ്, ഭ്രാന്തനാണ്. അയ്യോ അച്ഛാ, നിന്റെ തമ്മാടിത്തം ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കും. പോലീസുകാരെ കൊണ്ട് നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി ശരിയാക്കടാ. ഒരിക്കൽ കൂടി നീ എന്നെ ഇങ്ങോട്ട് വരുത്തിച്ചാലുണ്ടല്ലോ, ഞാൻ തീർക്കും. എന്നേക്കുമായി തന്നെ ഞാൻ തീർക്കും. എടാ, നിനക്കെന്നെ അറിയില്ല. ഞാൻ ജസ്റ്റിസ് കൃഷ്ണവർമ്മയുടെ മകനാ.
കിഴക്കേമഠം തറവാട്ടിലെ അംഗം. അച്ഛൻ ആനക്കാരനാണെന്ന് കരുതി മകന്റെ മുതുകത്ത് തഴമ്പുണ്ടാവില്ല. സംസ്കാരം, തറവാടിത്തം, that should be coming from the blood, that should be coming from the heart. അത് രക്തത്തിൽ നിന്ന് അലിഞ്ഞിരിക്കേണ്ടതാണ്, അത് ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കേണ്ടതാണ്. അതല്ലാതെ ജാട കളിച്ചും അഹങ്കാരം കാണിച്ചും നാക്കുകൊണ്ട് കോമിട്ട പൊരിച്ച് നേടിയെടുക്കേണ്ടതല്ല. ചാരത്തിലൂതിയ തീകത്തൂല. വിഷത്തെ അമൃതെന്ന് പേരിട്ട് വിളിച്ചാൽ വിഷാമൃതാകൂല. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആദിത്യവർമ്മയുടെ വഴി. ആദിത്യവർമ്മ തടയുന്നൊന്നും ആർക്ക് നൽകാനാവില്ല, ആദിത്യവർമ്മ നൽകുന്നൊന്നും ആർക്ക് തടയാനും ആവില്ല. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. ഹേ മിസ്റ്റർ, ദിസ് ഈസ് ടു മച്ച്. നോക്ക്, അനാവശ്യമായിട്ടാണ് നിന്റെ അച്ഛൻ ഈ കല്യാണം മുടക്കിയത്. എനിക്ക് ഭ്രാന്തില്ല. എന്നെ ചികിത്സിച്ച ഹോസ്പിറ്റലിൽ നീ നേരെ പോയി അന്വേഷിക്കേ. നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പോടെയാണ് ഞാൻ പഠിച്ചത്. കേരളത്തിലെ നമ്പർ 1 കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു ഭ്രാന്തന് ആരെങ്കിലും ഇത്രയും നല്ല ജോലി കൊടുക്കുമോ? പക്ഷേ വിവാഹം മുടങ്ങിയതിന്റെ കാരണം ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അവരോട് നിനക്കാണ് ഭ്രാന്തെന്ന് ഞാൻ പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിന്റെ കല്യാണം നടക്കില്ല, അറിയോ? പക്ഷെ ഞാനത് ചെയ്യില്ല. നീ നേരെ പോയി ആ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കേ, എന്നിട്ട് തീരുമാനിക്കേ. എടാ, ഇന്ന് നിന്റെ വിവാഹം നടക്കുമെന്ന് വിചാരിച്ച് നാളെ എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് അടക്കം ഞാൻ റിസർവ് ചെയ്ത് വെച്ചതാ. എല്ലാം വേസ്റ്റായില്ലേ? അങ്കിള് യാത്ര മുടക്കണ്ട. ഇനി എന്റെ ജീവിതത്തിൽ വിവാഹം എന്ന സംഭവമേ ഉണ്ടാകില്ല. എടാ, ഒരു ഐശ്വര്യം പോയെങ്കിൽ പോകട്ടെ, ഇതിൽ നല്ല കുട്ടി ഞാൻ നിനക്ക് ശരിയാക്കി തരാം. അയ്യോ വേണ്ട, ദയവ് ചെയ്ത് അങ്കിൾ ഇനി എന്റെ കാര്യത്തിൽ ഇടപെടരുത്. എല്ലാ സത്യങ്ങളും അവരോട് പറയണമെന്ന് ഞാൻ അങ്കിളിനോട് പറഞ്ഞ, പക്ഷെ അങ്കിൾ അത് ചെയ്തില്ല. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. എടാ, നിന്റെ വിവാഹം എങ്ങനെയെങ്കിലും നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ. എന്നിട്ടിപ്പോൾ എന്തായി? ആളുകൾക്കിടയിൽ ഞാൻ നാണവും മാനവും കെട്ടും. അങ്കിൾ ഒരു കാര്യം ചെയ്യും, യാത്രയൊന്നും മുടക്കണ്ട, ഇന്ന് തന്നെ ബുക്ക് ചെയ്യും. എടാ, നിനക്കെന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ? ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞ. ശരി എന്നാ. ശരി എന്നാല്. ഹലോ, ആ ഡോക്ടർ, ഞാൻ ഇന്നലെ പറഞ്ഞ ആദിത്യവർമ്മയുടെ കേസ് റെഫർ ചെയ്തോ? ഞാൻ റെഫർ ചെയ്തു. എന്താണ് അവസ്ഥ? ആദിത്യവർമ്മ വളരെ ബ്രില്യൻ്റ് ആയ ഒരു വ്യക്തിയാണ്. ചെറുപ്പം മുതലേ അയാളെ എനിക്കറിയാം. പുകവലി, മദ്യപാനം, വേണ്ടാത്ത ദുശീലങ്ങളൊന്നും അയാൾക്കില്ല. 2 തവണ മനസ്സിന്റെ താളം ചെറുതായിട്ടൊന്ന് തെറ്റി. അത് സ്വാഭാവികമാണ്. എന്നാൽ അതിനൊരു ഭ്രാന്തായിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യവുമില്ല. ഈ പ്രശ്നം ഇനി വീണ്ടും ഉണ്ടാകുമോ ഡോക്ടർ? സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ ഒരിക്കലും സ്നേഹം ലഭിക്കാത്ത വ്യക്തിയാണ് അയാൾ. അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഓവർ ടെൻഷൻ ആകാതെ അയാളെ കൊണ്ടു നടക്കണം. ദാറ്റ്സ് ഓൾ. ഓ, താങ്ക് യു ഡോക്ടർ. ആ ഡാഡി, ഞാൻ അയാളെ ചികിത്സിച്ച ആശുപത്രി പോയി അന്വേഷിച്ചു. ഡോക്ടർ പറയുന്നത് ഒരു പ്രശ്നമില്ലെന്നാ. ആ നാറിയെ പറ്റി നീ എന്തിനാ പിന്നെ അന്വേഷിക്കാൻ പോയത്? അയാളും അയാളുടെ വിവാഹം ഉറപ്പിച്ചത് ഞാനല്ല, ഡാഡിയാണ്. ഇപ്പൊ അനാവശ്യമായി വിവാഹം മുടങ്ങിയപ്പോ എല്ലാവരോടും മറുപടി പറയേണ്ടി വരുന്നത് ഞാനാണ്. അനാവശ്യം? എന്താണ് നീ പറഞ്ഞത്? എന്നെ ഈ വീട്ടിൽ വന്ന് പട്ടിയെ പോലെ തല്ലിയിട്ട് ഞാൻ അവനെ മരുമകനാക്കണമല്ലേ? ആ ഭ്രാന്തന ഞാൻ. ഡാഡി, ആദിത്യ ഭ്രാന്തനെന്ന് വിളിക്കരുത്. അയാൾ ഒരിക്കലും ഒരു ഭ്രാന്തനല്ല. ഓഹോ, ഇപ്പോൾ നിനക്ക് എന്നേക്കാൾ വലുത് അവനാണല്ലടി. ഇറങ്ങടി പുറത്ത്. എന്നെ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്ത ആരും എന്റെ വീട്ടിൽ താമസിക്കണ്ട. ഞാനിപ്പോ ചെന്ന അയാൾ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കും. പിന്നെ ആഭരണവും പണവും ഒന്നുമില്ലാതെ ചെന്നാൽ നിന്നെ അവൻ ആട്ടി പുറത്താക്കും. അതിനയാൾ അച്ഛനെ പോലത്തെ മനസ്സുള്ള ആളല്ല. ഹീസ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഡീസന്റ് മാൻ. എന്നാൽ ഇപ്പൊ തന്നെ ചെല്ലടി ആ മഹാനായ മനുഷ്യന്റെ അടുത്തേക്ക്. പിന്നെ ഒരു കാര്യം, അവൻ സ്വീകരിച്ചില്ലെങ്കിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്നെ വന്നേക്കരുത്. ഒരിക്കലുമില്ല. ആദിത്യവർമ്മ എന്നെ സ്വീകരിച്ച ഇന്ന് രാത്രി ഞാൻ അയാളുടെ കിടപ്പറയിൽ കിടക്കും. അയാൾ എന്നെ ഒഴിവാക്കിയ എന്റെ ശവം ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ കിടക്കും. എന്തായാലും തിരിച്ചു ഇങ്ങോട്ട് വരില്ല. ഗുഡ് ബൈ. ഹലോ, കോൺക്രീറ്റ് തന്നെ നടത്തിക്കോ, ഞാൻ റെഡി. പെട്ടെന്ന് പറയണേ. ശരി.
ഞാൻ അച്ഛനെയും അച്ഛൻ്റെ പണത്തെ എല്ലാം ഉപേക്ഷിച്ച് വന്നതാണ്. ഇനിയുള്ള കാലം എനിക്ക് ഒരുപാട് സ്നേഹം ചേട്ടന് നൽകാൻ കഴിയും. ചേട്ടനെ പൊന്നുപോലെ നോക്കാനാവും. എന്നെ കൈവിടയരുത്.